എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. പൂർണ്ണമായ വിശ്വാസമുള്ളവർ മാത്രം കാണും. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. അതിനുവേണ്ടി ചെയ്യുന്ന ഈ പൂജയിൽ എല്ലാവരും പങ്കെടുക്കുക. നമ്മളുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും ഇട്ട് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആഗസ്റ്റ് 13, 14 ഈ ദിവസങ്ങളിൽ സമ്പത്തിൻ്റെ അഭിഷേകം. ഈ പറയുന്ന നാളുകാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ ദിവസം വന്നു ചേരും. ആ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നാളുകാരെക്കുറിച്ച് പറയുകയാണ്. ആദ്യമായി ഐശ്വര്യത്തിനായി നിങ്ങളുടെ മനസ്സിലെ ചിന്താഗതികൾ മാറ്റുക. എല്ലാ ദിവസവും നല്ലത് സംഭവിക്കുമെന്ന് ചിന്തിച്ചാൽ നല്ലത് മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കും, നല്ലത് പ്രവർത്തിക്കും. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. ആ ഭാഗ്യവാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണിയാണ്. അവർക്ക് എന്തുകൊണ്ടും ഐശ്വര്യമുള്ള ദിവസമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ആഗസ്റ്റ് 13, 14 ഈ ദിവസങ്ങളിൽ എല്ലാവിധ സഹായങ്ങളും ഇവർക്ക് വന്നു ചേരും. മാതാവിൽ നിന്ന് ഐശ്വര്യങ്ങൾ വളരെയധികം കിട്ടുന്ന ഈ നാളുകാർക്ക് എല്ലാവിധ സമ്പത്തും ഈ ദിവസങ്ങളിൽ വന്നു ചേരും. ഇവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടും. ഇതിൻ്റെ പരിഹാരം അവസാനം നമ്മൾ പറയുന്നതാണ്. അതും കേട്ട് പൂർണ്ണമായും അവസാനം വരെ കേൾക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങൾക്കും ഐശ്വര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത നാൾ എന്ന് പറയുന്നത് രോഹിണിയാണ്. രോഹിണിക്ക് എല്ലാം കൊണ്ടും സാമ്പത്തിക ഉയർച്ചയാണ് ഈ ദിവസം ഉണ്ടാകുക. സമ്പത്തിൻ്റെ അഭിഷേകം ഈ ദിവസം വന്നു ചേരും. പ്രധാനമായും പിതാവിനെയും കൊണ്ട് ഇവർക്ക് നല്ല ഐശ്വര്യം ഈ ദിവസം വന്നു ചേരും. സമ്പത്തിൻ്റെ അഭിഷേകമാണ് ഈ ദിവസം ഈ നാളുകാർക്ക്. ഇവർ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ദിവസം. ലോട്ടറി അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ നാളുകാർക്ക് ഈ ദിവസം വന്നു ചേരും. അടുത്തത് പൂയമാണ്. ആ ഇല്ലത്തിനും പൂയത്തിനും വെച്ചടി കയറ്റമാണ് ഈ ദിവസം. എല്ലാ കടങ്ങളും മാറും. അതുപോലെ തന്നെ ബന്ധുക്കളെയും കൊണ്ട് ധാരാളം ധനങ്ങൾ ഈ നാളുകാർക്ക് ഈ ദിവസം വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പരിഹാരം അവസാനം നമ്മൾ പറയുന്നതായിരിക്കും ഈ നാളുകാരുടെ. അതുപോലെ തന്നെ അടുത്തത് അശ്വതിയാണ്. അശ്വതിക്ക് എന്തുകൊണ്ടും വളരെയധികം ഐശ്വര്യമുള്ള ദിവസമാണ്. പ്രധാനമായും സഹോദരനെയും കൊണ്ട് വളരെയധികം സാമ്പത്തിക സഹായം ഈ നാളുകാർക്ക് ഈ ദിവസം വന്നു ചേരും. പ്രധാനമായും എല്ലാവിധ ഐശ്വര്യങ്ങളും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ നാളുകാർക്ക് ഈ ദിവസം കാണും. അടുത്തത് ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി എന്നീ നാളുകാർക്ക് എല്ലാം വളരെയധികം സമ്പത്താണ് ഈ ദിവസം വന്നത്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഈ നാളുകാർക്ക് ലോട്ടറി അടിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസം കാണും. ഒരു സമ്മാനം ഉറപ്പാണ് ഈ നാളുകാർക്ക്. പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ. എല്ലാത്തിനുമുപരി മനസ്സിൻ്റെ ചിന്താഗതികൾ, നല്ല ചിന്തകൾ, നെഗറ്റീവ് മനസ്സിൽ നിന്ന് കളയുക. പരിഹാരം അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. എല്ലാവരും പ്രധാനമായും നാമജപം ശീലിക്കുക. ഓം നമ ശിവായ എന്ന്, ഓം നമോ നാരായണ എന്ന്, ഓം ശ്രീ മഹാലക്ഷ്മി എന്ന്, മഹാലക്ഷ്മി അഷ്ടോത്തരമോ സ്ഥിരമായി ജീവിക്കുക. നെഗറ്റീവ് ചിന്തകൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് അഷ്ടോത്തരം ജപിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നാരായണ മന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളത് വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അതുപോലെ തന്നെ അടുത്ത ഐശ്വര്യം ഉണ്ടാകുന്ന നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാൾ ചിത്തിരയാണ്. ചിത്തിരയ്ക്ക് വളരെയധികം സമ്പത്ത് ഈ ദിവസങ്ങളിൽ വന്നു ചേരും. പരിഹാരമാർഗം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയം അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ചോതി, മൂലം എന്നീ നാളുകാർക്കെല്ലാം വളരെയധികം ഐശ്വര്യം ഈ ദിവസങ്ങളിൽ വന്നു ചേരും. അതിലൊരു സംശയവുമില്ല. പ്രധാനമായും പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി പറയുന്ന കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയം. അടുത്തത് ഈ പറയുന്ന നാളുകാരിൽ വളരെയധികം ഐശ്വര്യമുള്ള നാളാണ് മകം എന്ന് പറയുന്നത്. അവർക്ക് എന്തുകൊണ്ടും പിതാവിൽ നിന്ന് വളരെയധികം സമ്പത്ത് ഈ ദിവസങ്ങളിൽ സഹായം വന്നു ചേരുകയും സമ്പത്തിൻ്റെ അഭിഷേകമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം ഐശ്വര്യങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരും. ഈ പറയുന്ന നാളുകാരെല്ലാം പ്രധാനമായും പരിഹാരമായി ഈ ദിവസങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോവുക, കുങ്കുമാർച്ചന കഴിക്കുക, അല്ലെങ്കിൽ ശിവക്ഷേത്രമാണെങ്കിൽ കോവളത്ത് മല ഭഗവാന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനമായും ഈ ദിവസങ്ങളിൽ വളരെയധികം ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. അതുപോലെ തന്നെ നീല ഡ്രസ്സ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ലോട്ടറി എടുക്കാൻ പോകുന്നവർ പ്രത്യേകം ആ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് എടുക്കുക. നിങ്ങൾക്കൊരു സമ്മാനം ഉറപ്പാണ്. ഈ പറയുന്ന നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.